ഹലോ ഫ്രണ്ട്സ്, എഡി ലേഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ കുഞ്ഞനിയൻ്റെ കല്യാണം ശരിയായിട്ടുള്ളതിൻ്റെ ആദ്യത്തെ ഫങ്ഷൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോടാണ് അവൻ്റെ വീട്, അതായത് എൻ്റെ ചെറിയ മാമൻ്റെ വീട്. അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളിതാ കോഴിക്കോട് സ്റ്റാൻഡിലെത്തി. ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ, ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അവിടെ ഉള്ള മാമൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണത്. ആ മാമൻ്റെ മോനാണ് ചെറിയ അനിയൻ ഞങ്ങളുടെ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ ചെറിയ ചായ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ബേക്കറി വാങ്ങിക്കാമെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ അതാ ജിലേബിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ കേക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവററ്റ് സാധനമാണ് കോഴിക്കോട് ചിപ്സ്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് മക്കൾക്ക് വേണ്ടിയിട്ട് മിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സാധനമാണ് കിണ്ണത്തപ്പം. ഇത് ശരിക്കും കണ്ണൂർ സ്പെഷ്യലാണ്, കോഴിക്കോട് നിന്നും കിട്ടും. അപ്പം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികളുടെ ചെറിയ ചെറിയ കലാപരിപാടിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫങ്ഷൻ്റെ അന്ന് രാവിലെ നന്ദും പൊന്നുമൊക്കെ താഴത്താണ് കിടന്നത്, കല്ലൂസൊക്കെ. പിന്നെ ഇതാ രാവിലെ ഞാൻ വെറുതെ ഒന്ന് ഫ്രണ്ടിലൊന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ പാലക്കാട്ടത്തെ മാമൻ ചായ കുടിക്കുന്നുണ്ട്. ആരൊക്കെ കഴിക്കാതിരിക്കണേ? നന്ദു, ഞാനത് കാണിച്ചു തരാം. ഞങ്ങളെ കുടുംബത്തിലെ ഏറ്റവും വലിയ മടിച്ചാണ്. 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ മൂത്ത് മരണം വെച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ അവസ്ഥ. ഇവർക്ക് അനുയോജ്യമായ ഒരു കരുണ ഞങ്ങൾ തേടുന്നുണ്ട്. ഇതിനെക്കാട്ടും കുഴിമടിയാനായ ഒരു ചങ്ങായിനാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇപ്പോൾ ചേച്ചി പരിചയപ്പെടുത്തിയത് ചെക്കൻ്റെ അനിയത്തിയാണ്. ഞങ്ങളെല്ലാവരെക്കാട്ടിലും ചെറുത് ഞങ്ങളുടെ ചെറിയ അനിയത്തി അവളാണ്, അനിയൻ നമ്മളെ കല്യാണ ചെക്കനും. അപ്പോൾ ഫസ്റ്റത്തെ പണി എന്ന് പറയുമ്പോൾ ഇത് ഫ്രൂട്ട്സ് റെഡിയാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നല്ല ടേസ്റ്റുള്ള വെൽക്കം ഡ്രിങ്കായിട്ട് പിസ്തയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയിൽ ഞാൻ വീഡിയോ എടുത്തതാണ്, വെറുതെ വീഡിയോ എടുത്ത് നടക്കല്ല കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ ദാ എൻ്റെ അമ്മ ദാ നല്ല സെറ്റ് സാരിയില്ല, സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് ബേക്കറിയൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഏട്ടനെ വിളിച്ച് വരുത്തിയിട്ട് ടേസ്റ്റ് വെറുതെ ഒന്ന് നോക്കിച്ചു. പിന്നെ ദാ ദച്ചു വന്നു. പിന്നെ എല്ലാവരും റെഡി ആവുന്ന സമയമായിട്ടോ. അത് ബാക്കി പണികളൊക്കെ കഴിഞ്ഞു. ഫുഡ് പിന്നെ കാറ്ററിംഗ് ആണ്, നല്ല അടിപൊളി ഫുഡായിരുന്നു. അതെടുത്ത് പറയണം, കോഴിക്കോട്ടത്തെ ബിരിയാണിയാണല്ലോ, അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണിയും ചില്ലി ചിക്കനും ഐസ്ക്രീമും ഒക്കെയാണ് നമ്മൾ അവർക്ക് കൊടുത്തത്. ഞാൻ ഇതുവരെയായിട്ട് എന്താണ് ഫങ്ഷൻ എന്ന് പറഞ്ഞില്ലല്ലോ. ഇത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് കുറച്ച് പേര് നമ്മളെ ചെക്കൻ്റെ വീട് കാണാൻ വേണ്ടി വരുന്ന ഒരു ഫങ്ഷൻ, വീട് കാണലാണ്, വീട് കാണൽ ഫങ്ഷനാണ്. അപ്പോൾ അത് അവരൊക്കെ വന്നു. അപ്പോൾ ആദ്യം ഹാളിൽ ചെയറൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു വട്ടമേശ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും പിന്നെ മാമനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അതേപോലെ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു. അവർ കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും കുറേ പേരുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും എല്ലാ കാര്യത്തിനും എത്ര കുറച്ചാലും എന്തായാലും കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ അതാ ചേച്ചിമാർ ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. പപ്പായ ഉണ്ടായിരുന്നു, ഓറഞ്ച്, അതേപോലെ തന്നെ കക്കരി, പൈനാപ്പിള്, അങ്ങനെ തണ്ണിമത്തൻ, അങ്ങനെ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴാണ് നമ്മളെ അഗിയേട്ടനും ചേച്ചിയും കൂടി വീഡിയോ കോൾ ചെയ്തത്. അവർ ഗൾഫിലാണ് രണ്ടുപേരും. ചേച്ചി അപ്പോൾ 2 ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേച്ചി ഏട്ടനും കൂടി വിളിച്ചതാണ്. അങ്ങനെ അതാ ഫങ്ഷനൊക്കെ കഴിഞ്ഞു, ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയി. അപ്പോൾ ക്ലീനിങ് ഒക്കെയാണ്, വേറൊരു ഏട്ടൻ്റെ ഭാര്യ കേട്ടോ, അവർ അവിടെ ക്ലീനിങ് ഒക്കെയാണ്.
അപ്പോൾ ഞാനും അനിയനും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അനിയൻ എന്ന് പറഞ്ഞാൽ കിച്ചു എന്നാട്ടോ അവനെ വിളിക്കുന്ന പേര്. അപ്പോൾ അവൻ ഞങ്ങൾക്ക് 3 ഫാൻ്റെ ഒക്കെ വാങ്ങിച്ചു. പിന്നെ മക്കൾക്കും എല്ലാവർക്കും ബിങ്കോ ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതാ 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെ കുഞ്ഞനിയൻ്റെ പരിപാടിയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ പെൺകുട്ടിയുടെ വീട്ടുകാരും നല്ല ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ എല്ലാതും നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു.